നമസ്കാരം. ശാലൂപ്പയാടിനോടാണ് താൻ ആരെയാടോ ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ആ സ്ത്രീ ഭ്രാന്തിയാണ് പോലും. വിശദീകരണ വീഡിയോ കാണുകയാണ്. ആർക്കായിരുന്നാലും ഭ്രാന്ത് വന്നു പോകുമെന്നേ. ആ സ്ത്രീക്ക് ഭ്രാന്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താണെന്നല്ലേ, ഇന്നലെ അവൻ്റെ അമ്മയുടെ പ്രായം, ഈ ശാലൂപ്പയാടെന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ നന്മ മരത്തിൻ്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം പുറത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഭ്രാന്താണത്ര. ആ വീഡിയോ പലരും കണ്ടു കാണും. ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് മേനോനിസം അഥവാ നല്ല വിദഗ്ധമായിട്ടങ്ങ് നുണ പറഞ്ഞു കൊടുത്താൽ നാട്ടുകാരെല്ലാം അത് വിശ്വസിക്കുമെന്നാണ് പറയുന്നത്. അതായത് ആ സ്ത്രീ പറയുന്നുണ്ട്, അവർ ഒരു വളരെ ദാരിദ്ര്യത്തിലുള്ള, വളരെ പാവപ്പെട്ട, ഒട്ടും സാമ്പത്തിക ശേഷിയില്ലാത്തൊരു സ്ത്രീ, അവരുടെ ഇല്ലായ്മയെ മുതലെടുത്തുകൊണ്ട് അതിൻ്റെ പേരിൽ നാട്ടിൽ പിരിവെടുക്കുക. ആ പിരിവെടുത്ത പണത്തിൽ ലക്ഷങ്ങൾ പിരിച്ചതിന് ശേഷം നല്ല നക്കാപ്പിച്ചയും കൊടുത്ത് ഒഴിവാക്കുക. അറിവൊന്നും ഇല്ലല്ലോ, വിവരം ഇല്ലല്ലോ, നമുക്കെന്ത് ചെയ്യാം? ആ വിവരം കെട്ടതിനെ നൈസായിട്ട് മുൻനിർത്തിക്കൊണ്ട് ലക്ഷങ്ങൾ നമ്മുടെ പോക്കറ്റിലെത്തിക്കാം. ഇതാണ് അവൻ ലക്ഷ്യം വെച്ചത്. ആ ലക്ഷ്യം വെച്ച കാര്യം ആ സ്ത്രീയോട് ആരോ പറഞ്ഞു കൊടുത്തു. പ്രായമായ സ്ത്രീയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുന്നിലൊക്കെ വളരെ മാന്യമായി പെരുമാറുന്നതെന്ന് അറിയില്ല. അവരൊക്കെ പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും തൻ്റെ കള്ളം കൈയോടെ പിടിക്കുന്നു എന്ന് വന്നപ്പോൾ ശാലൂപ്പയാട് എന്ത് ചെയ്തു? തല്ലി ഒതുക്കാൻ ശ്രമിച്ചു. ആ തല്ലി ഒതുക്കാൻ ശ്രമിച്ചതിൻ്റെ ദൃശ്യം പുറത്തു വന്നപ്പോഴാണ് ഇന്നലത്തെ ആ വെടുപ്പ് ന്യായീകരണം. എൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി. എനിക്ക് റോഡിൽ കിടന്ന ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെയും ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്നുവെച്ചാൽ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോളില്ല, മോള് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കൊല്ലത്ത് വെച്ചാണ് ദയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവർ നമ്മളെ പറ്റിച്ചായിരുന്നു. ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇന്നതാ ഇവിടെ മൊത്തം നാട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഇവർ മൊത്തം അലുമ്പും ഭയങ്കര പരിപാടി. അപ്പം ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പോൾ പറയണത്. ഇവർക്ക് വട്ടാണ്. പോലീസിന്റെ കയ്യിൽ നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലുമ്പ് കാണിച്ച് അവിടെ കിടന്നുള്ള പോലീസുകാരെയൊക്കെ തള്ളയ്ക്കും വിളിച്ച് നമുക്ക് മാനസികാശുപത്രിയിലാക്കാം സാർ. അത് നടക്കുള്ളൂ. മാനസികാശുപത്രി അല്ലെ നമ്മളെല്ലാ സാധനം ഉണ്ട്, തെളിവുണ്ട്. ഇനി പേടിക്കണ്ട. പോലീസുകാരുടെ അടുത്ത് തന്നെ പറഞ്ഞത് ശരി. അവരെ കയ്യിൽ നിൽക്കില്ല. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ എന്നെ തള്ളക്കി വിളിച്ചു. എനിക്ക് അതൊന്നും കുഴപ്പമില്ല. എന്നെ തള്ളക്കി വിളിച്ചത് എന്നെ അടിക്കാൻ വേണ്ടി, എറിയാൻ വേണ്ടി കല്ല് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടുപിടിക്കുകയാണ്. ഈ കാണുന്ന കല്ലെടുത്താണ് ഇവരെന്നെ എറിയാൻ വേണ്ടി വന്നത്. നിങ്ങൾ പറ, ഞാൻ പിടിച്ചു മാറ്റിയാൽ എന്തിനാണ് തെറ്റ്? ദയവേത് ഈ കേസിൽ നാളെ ഒരാൾക്കും എൻ്റെ അടുത്തൊരു തെറ്റിദ്ധാരണ തോന്നണ്ട. ഇവർ മുഴുത്ത ബട്ടുള്ള ആളാണ്. ഇതെനിക്ക് ആരോടായിരുന്നു. പിന്നെ അധികാരികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുവാണെങ്കിലുണ്ടെങ്കിൽ ഈ 3 മക്കള് ഇവരവിടെ സേഫ് അല്ല. ഇവരെന്ത് വേണം ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും ഇവരെ ഒന്ന് സേഫ് ആക്കി മാറ്റിയില്ലെങ്കിൽ ഈ 3 കൊച്ചു പിള്ളേരെ ഇവർ കൊല്ലും, ഉറപ്പാണ്. നമ്മളിത് എങ്ങനെയെങ്കിലും സർക്കാർ സെറ്റപ്പിൽ ഇവരെ മാനസികാരോഗ്യത്തിൽ എത്തിക്കണം. അതുപോലെ തന്നെ ഈ 3 പിള്ളേരെ ചൈൽഡ് ലൈനിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തൊട്ടടുത്തുള്ള ആരൊക്കെ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് രാഷ്ട്രീയം കേട്ടത്. എന്റെ പൊന്ന് സഹാക്കന്മാരെ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കല്ലേ. കേട്ടല്ലോ, ആ സ്ത്രീക്ക് ഭ്രാന്താണത്രേ. ഭ്രാന്ത് ആർക്കാണെന്ന് ഇതിനെ എല്ലാത്തിനെയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് ആ സ്ത്രീ പറഞ്ഞൊരു പ്രതികരണം. അതിനെ മറികടക്കാനാണ് പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിളിച്ചു വരുത്തിയതിന് ശേഷം ആ സ്റ്റേഷനിലെ പോലീസുകാരുടെ പിന്നിൽ നിന്ന് ക്യാമറ ഓണാക്കി പിടിച്ചിരിക്കുന്ന ആരാണ്? ആ സ്ത്രീക്ക് ഇങ്ങനെയൊന്നും ഉടായ്പ് കാണിക്കാൻ അറിയില്ല. അവരവരുടെ വികാരം പുറത്ത് പ്രകടിപ്പിച്ചു. ആ വികാരം പ്രകടിപ്പിച്ചതിനെ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെടുത്ത് അവർ തെറി വിളിച്ചത് കണ്ടു. ആ തെറി വിളിച്ചത് കൊണ്ട് ഇവർ മഹാമോശക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കണം. ഈ അടവൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ഇതൊക്കെ മേനോന്മാർ, ഇവിടെ നമ്മുടെ മേനോൻ മുഖ്യമന്ത്രി ഇറക്കുന്ന അതേ അടവ് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് വിദഗ്ധമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയാം. അവർക്കറിയില്ല. അവർക്ക് അത്രത്തോളം വാക്കിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാനായിട്ട് അവർ മോശം വാക്ക് ഉപയോഗിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിളിച്ചു വരുത്തിയത് കൊണ്ട് തന്നെ
ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? പോലീസുകാർ നിങ്ങളുടെ നേർക്ക് എറിയുന്ന ആ കല്ലും മണ്ണും എറിയുന്ന സന്ദർഭത്തിൽ ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ അവരോട് ആ പ്രതികരണം, ആ സന്ദർഭത്തിലെ ദേഷ്യം കൊണ്ട് അങ്ങനെ തെറിവാക്ക് ഉപയോഗിച്ചത്, ആ തെറിവാക്ക് കാണിച്ചിട്ട് ആ സ്ത്രീ ഉന്നയിക്കുന്ന ശരിയായിട്ടുള്ള കാര്യങ്ങളെ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റത്തില്ലെന്നേ. അതുകൊണ്ട് ശാലു പേയാട് മനസ്സിലാക്കുക, നല്ല 916 കച്ചവടക്കാരനായിട്ടുള്ള നിങ്ങൾ ചെയ്ത ഒരു മോശം പ്രവർത്തനം, നമ്മുടെ നാട്ടിലെ പല നന്മ മരങ്ങളും സാധാരണക്കാരൻ്റെ ഇല്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കും. നാട്ടുകാരെ കാണിച്ചതിന് ശേഷം അതിൻ്റെ പേരിൽ പിരിവെടുത്ത് പണം പുട്ടടിക്കുമ്പോൾ അവരറിയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വികാരമാണ് പുറത്തേക്ക് വന്നത്. ആ പുറത്തു വന്ന കാര്യത്തെ നിങ്ങൾക്കെതിരായപ്പോൾ അവരെ തല്ലി ഒതുക്കാൻ ശ്രമിച്ചു. സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല മുകളിൽ നിന്നൊരു സ്ത്രീ ആ വീഡിയോ എടുക്കുന്നതും നാട്ടുകാർ കാണുമെന്നുള്ള കാര്യം. നാട്ടുകാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിശദീകരണ വീഡിയോ എന്നുള്ള നിലയ്ക്ക് ഞാൻ നന്മമരമാണ്, അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ ആ വിഷയം അവിടെ തീരത്തില്ല. ഒരു പ്രായമായിട്ടുള്ള, അതിനെങ്കിലും ഒരു വകതിരിവില്ലാതെ ഏകദേശം 10-70 വയസ്സ് ഇതിൻ്റെ തള്ളയുടെ പ്രായം വരുന്നൊരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ വികാരമുണ്ടാകുമ്പോൾ ഇമാതിരി അവർ മുമ്പ് തെറി വിളിച്ചിട്ടുണ്ട്, അവർക്ക് ഭ്രാന്തെന്ന് ചാപ്പ കുത്താൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കണ കാര്യമല്ലെന്നേ ഓർമ്മിപ്പിക്കുള്ളൂ. ഇത്തരമൊരു തെമ്മാടിത്തരം കാണിച്ചതിന് ജയിലിൽ അടയ്ക്കുക തന്നെയാണ് വേണ്ടത്. കാര്യം സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ ശക്തമായി നാട്ടിൽ ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്തതിന് ഒരംശം ന്യായീകരണം ഇല്ല തന്നെ.